ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉള്ള ഒരു സാധനമാണ് പഴം. പഴം ചിലപ്പോൾ അധികമായി പഴുത്തു പോകാറുണ്ട്. അങ്ങനെയുള്ള പഴം കൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പോലെ പഴുത്ത 3 പഴം, 300 ഗ്രാം മൈദ, 100 ഗ്രാം പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു മുട്ട, പിന്നെ ഒരു പാക്കറ്റ് ബേക്കിംഗ് പൗഡർ. ഇത് 16 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ടീസ്പൂൺ കണക്കിൽ 3 ടീസ്പൂൺ. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. അത് ഒരു 1/2 ടീസ്പൂണോളം വേണം. അതല്ലെങ്കിൽ വാനിലയുടെ ഒരു ഷുഗർ ഇവിടെ കിട്ടും, ഒരു പാക്കറ്റ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. ഒരു ഫോർക്ക് കൊണ്ട് ഈ പഴമെല്ലാം ഞാൻ നല്ലതുപോലെ ഉടച്ചെടുക്കുവാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ളത് ചിലർക്ക് ഇഷ്ടമാണ്, അങ്ങനെയെങ്കിൽ അവരതുപോലെ ഉടച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ പഴം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വാനിലയുടെ ഷുഗറും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. എസൻസ് ആണ് ഉള്ളതെങ്കിൽ അവർ ഒരു 1/2 ടീസ്പൂൺ എസൻസ് ആഡ് ചെയ്താലും മതിയാവും. പിന്നെ മുട്ട, നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇത്ര ആഡ് ചെയ്ത ശേഷം ഇത് മിക്സറിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കും. ഒരു 3 മിനിറ്റോളം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് 3 മിനിറ്റോളം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മൈദയിലോട്ട് ഞാൻ ഉപ്പും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അതിനകത്ത് കട്ടയായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ പഴത്തിൻ്റെ ആ മിക്സ്ചറിനകത്തോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സിയുടെ നമ്മൾ പതുക്കെ അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരണം, അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതിനായിട്ട് ഞാനിവിടെ ഒരു അടപ്പ് വെച്ച് ഇത് മൂടുക, അല്ലെങ്കിൽ അത് മുഴുവൻ തെറിച്ച് പുറത്ത് ചാടും. ഇനി ഏറ്റവും കൂടിയ സ്പീഡിലോട്ട് ഞാനിത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിങ്ങനെ ഏറ്റവും കൂടിയ സ്പീഡിൽ വെച്ചിട്ട് ഞാനൊരു 3 മിനിറ്റ് അടിച്ചെടുക്കുകയാണ്. നമ്മളിത് എത്ര നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ ഈ ബ്രെഡ് അല്ലെങ്കിൽ കേക്കൊക്കെ അങ്ങനെ സോഫ്റ്റാക്കി കിട്ടും. ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന ഈ ഫോമിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുകയാണ്. ഇതങ്ങനെ നല്ലതുപോലെ ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് മൈദ തൂളി കൊടുക്കണം. അത് ബ്രെഡ് പെട്ടെന്ന് ഇളകി പോരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഞാൻ ഇതുപോലെ മൈദ തൂളി കൊടുത്തു. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിതിൽ ചേർക്കാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതിനകത്ത് റൈസിൻസ് ഇട്ടിട്ടില്ല. അത് നമുക്കിനി മുകളിൽ ഇങ്ങനെ തൂളി കൊടുത്തിട്ട് അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചെടുത്താലും മതിയാവും. ഇത് ഓപ്ഷനിലാണേ. ഇത് ഇനി ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരം ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്താൽ നല്ലതാണ്. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഒരു ഓവനകത്തോട്ട് ഇത് 45 മുതൽ 50 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തുറന്ന് ആ ബ്രെഡിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് നീളത്തിൽ
വരഞ്ഞു വിടണം. അത് നല്ലതുപോലെ പൊങ്ങി വരാനായിട്ടും അതിങ്ങനെ പൊട്ടി കീറുന്നത് അധികം വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 50 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇത് നല്ലതുപോലെ ബേക്ക് ആയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഈർക്കിലി കഷ്ണം അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ടൂത്ത് പിക്കിൻ്റെ പുറത്ത് ഇത് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ബനാന ബ്രെഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവർക്ക് ചിലപ്പം ജാമൊക്കെ പുരട്ടി കൊടുക്കാനും നല്ലതാണ്. ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.